നമ്മൾ ഇനി പഠിക്കുന്നത് ഈ കോർഡിനേഷൻ കോമ്പൗണ്ട്സിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ആണ്. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ 4 ആൾക്കാരുടെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ജസ്റ്റ് അറിഞ്ഞാൽ മതി. പാരാമാഗ്നറ്റിക് ആണോ ഡയാമാഗ്നറ്റിക് ആണോ അത്രയും മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ പറയുന്ന ഭാഗം മാത്രം ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ അതിലാ നമ്മളുടെ FeCN63- ഫസ്റ്റത്തെ അത് അൺപെയർഡ് ആണ്, അതൊരു പാരാമാഗ്നറ്റിക് ആണ്. അത്രയും പഠിച്ചാൽ മതി. FeCN63- ഈസ് പാരാമാഗ്നറ്റിക്. ഓക്കെ. പിന്നെ FeF6 പാരാമാഗ്നറ്റിക് ആണ്. രണ്ടും പാരാമാഗ്നറ്റിക് ആണ്. COF6 പാരാമാഗ്നറ്റിക് ആണ്. പക്ഷെ COC2O4 ഈസ് ഡയാമാഗ്നറ്റിക്. അപ്പൊ നമ്മൾ ഇവിടെ തന്നിരിക്കുന്നത് കുറച്ച് എലമെന്റുകളാണ്. ആ എലമെന്റുകൾ ഏതൊക്കെ പാരാമാഗ്നറ്റിക് ആണോ ഡയാമാഗ്നറ്റിക് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം തന്നിരിക്കുന്ന MnCN63- എന്ന് പറയുന്നത് പാരാമാഗ്നറ്റിക് ആണ്. കാണുന്നുണ്ടല്ലോ ഫസ്റ്റ് സെന്റൻസ്. അത് കഴിഞ്ഞ് FeCN62- അത് പാരാമാഗ്നറ്റിക് ആണ്. FeF6 പാരാമാഗ്നറ്റിക് ആണ്. COF6 പാരാമാഗ്നറ്റിക്. COC2O4 ഡയാമാഗ്നറ്റിക്. ഓക്കെ, അത്രയും. പിന്നെ അതേപോലെ ബാക്കി കുറച്ച് പേരാണ്, അവരും പാരാമാഗ്നറ്റിക് ആണ്. Mn6 അത് ഇവരെന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അപ്പൊ ഇത്രയും ആൾക്കാരെ ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. അപ്പൊ ആകെ ഒരാളേ ഉള്ളൂ, COC2O4 നമ്മൾ അതിന്റെ പഠിച്ചിട്ടില്ല ബാലൻസ്. അത് ഡയാമാഗ്നറ്റിക്. ബാക്കി നമ്മൾ പഠിച്ചത് എല്ലാവരും എന്താണ് പാരാമാഗ്നറ്റിക് ആണ്. ക്ലിയർ? ഇനി ഈ വാലൻസ് ബോണ്ട് തിയറിക്കും കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ലിമിറ്റേഷൻസ് എന്താന്ന് നോക്കാം. അതിൽ ഒന്നാമത്തത്, ഇറ്റ് ഇൻവോൾവ്സ് എ നമ്പർ ഓഫ് അസംഷൻസ്. അതായത് പല അസംഷൻസ് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പൊ അതിൽ ഫോറസ് എടുക്കണം, ഫോറസ്റ്റിന്റെ കൂടെ നമ്മൾ 4p കൂട്ടി അല്ലെ, അതിന്റെ ആവശ്യം അവർ പറയുന്നില്ല തിയറിയിൽ. പക്ഷെ എന്താണ്, അവരങ്ങനെ കുറെ അസംഷൻസ് കൊണ്ടുവരുന്നുണ്ട്. അതായത് പല ഊഹങ്ങളും കൊണ്ടുവരുന്നു, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം. ആ ഒരു പ്രോസസ്സിലേക്ക് കടക്കുമ്പോഴാണ് നമ്മൾ അത് മനസ്സിലാക്കുന്നത്. അത് അതിന്റെ ഒരു ഡീമെറിറ്റ് ആണ്. രണ്ടാമത്തത്, ഇറ്റ് ഡസ് നോട്ട് ഗീവ് ക്വാണ്ടിറ്റേറ്റീവ് ഇന്റർപ്രിട്ടേഷൻസ് ഓഫ് മാഗ്നറ്റിക് ഡാറ്റ. മാഗ്നറ്റിക് ഡാറ്റയുടെ എത്ര എണ്ണം എത്ര മാഗ്നറ്റിക് ആണ് അല്ലെങ്കിൽ ഇന്ന കാരണം കൊണ്ടാണെന്നുള്ളൊരു ഡെഫിനിഷൻ അവിടെ തരുന്നില്ല. അതാണ് രണ്ടാമത്തെ ഡീമെറിറ്റ്. മൂന്നാമത്തത്, ഇറ്റ് ഡസ് നോട്ട് എക്സ്പ്ലെയിൻ കളർ എക്സിബിറ്റ്. ഈ കോർഡിനേഷൻ കോമ്പൗണ്ടുകൾ അവിടെ ഈ പല എലമെന്റുകൾ കൂടി ചേർന്ന ഒരു കോമ്പൗണ്ട് ആവുമ്പോൾ അവിടെ അവരുടെ കളറിൽ ചേഞ്ച് വരുന്നുണ്ട്. അതിനെക്കുറിച്ച് വാലൻസ് ബോണ്ട് തിയറിയിൽ പറയുന്നില്ല. അത് അതിന്റെ ഒരു ലിമിറ്റേഷൻ ആണ്. നാലാമത്തത്, ഇറ്റ് ഡസ് നോട്ട് ഗീവ് ക്വാണ്ടിറ്റേറ്റീവ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് തെർമോഡൈനാമിക് ഓർ കൈനറ്റിക് സ്റ്റെബിലിറ്റീസ് ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്. കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ സ്പീഡിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ കൈനറ്റിക്കോ അല്ലെങ്കിൽ തെർമോഡൈനാമിക് ആയിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻസ്, അതിന്റെ കാര്യങ്ങളെ കുറിച്ചൊന്നും അതിൽ പറയുന്നില്ല. അതേപോലെ ഇറ്റ് ഡസ് നോട്ട് എക്സാക്ട് പ്രെഡിക്ഷൻസ് റിഗാർഡിംഗ് ടെട്രാഹീഡ്രൽ സ്ക്വയർ പ്ലാനർ സ്ട്രക്ചേഴ്സ്. ഇപ്പൊ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് ഇത് ടെട്രാഹീഡ്രൽ ആണോ സ്ക്വയർ പ്ലാനർ ആണോ അതല്ലെങ്കിൽ ഇങ്ങനെയാണ് ഷേപ്പ് വരാന്നുള്ള കാര്യങ്ങളൊന്നും VBTയിൽ നമ്മൾ പഠിച്ചില്ല. അപ്പൊ അത് അതിന്റെ ലിമിറ്റേഷൻസ് ആണ്. അങ്ങനെ 6 ലിമിറ്റേഷൻ, പിന്നെ 5, ഇനി 6 കൂടിയുണ്ട്. ഇറ്റ് ഡസ് നോട്ട് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ വീക്ക് ആൻഡ് സ്ട്രോങ് ലിഗാൻഡ്. ഇപ്പോൾ ലിഗാൻഡുകളും മെറ്റലും തമ്മിൽ മെറ്റൽ ലിഗാൻഡ് ബോണ്ടുകൾ ഉണ്ടാവുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അത് സ്ട്രോങ് ആണോ വീക്ക് ആണോ എന്നുള്ളത് മെൻഷൻ ചെയ്യുന്നില്ല. ഇത്രയാണ് 6 ലിമിറ്റേഷൻസ് വാലൻസ് ബോണ്ട് തിയറിയുടെ. മനസ്സിലായോ? അപ്പോ ഇപ്പൊ നിങ്ങൾ പഠിക്കുമ്പോ എന്താ പറയാ, ഏതെങ്കിലും ഒരു 4 എണ്ണം മിനിമം പഠിച്ചു വയ്ക്കും, 3 or 4 എണ്ണം. ഓക്കെ. ക്രിസ്റ്റൽ ഫീൽഡ് തിയറി എന്താണെന്നാണ് നമ്മളിപ്പോ 2 തിയറി പഠിച്ചു അല്ലെ. ആ 2 തിയറി പോലെ തന്നെ ക്രിസ്റ്റൽ ഫീൽഡ് തിയറി എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയുടെ ഷോർട്ട് ഫോം എന്താ? CFT. അത് മോഡല് which considered metal ligand bond are പ്യൂർലി അയോണിക്. CFTയിൽ പറയുന്നത് മെറ്റലും ലിഗാൻഡും കൂടി ചേർന്നിട്ടുള്ള ആ ബോണ്ട് എന്ന് പറയുന്നത് അയോണിക് ആണ്, അയോണിക് ബോണ്ട് ആണ്. വിച്ച് മീൻസ് പോസിറ്റീവ് അയോൺ ഓർ നെഗറ്റീവ് അയോൺ, അത് അയോണിക് ആണ്. Ligands are treated as point charges in case of anions and dipoles in case of neutral molecule. നമ്മൾ പറഞ്ഞു അവർക്ക് ഇഷ്ടം നെഗറ്റീവും, നമ്മൾ രണ്ടെണ്ണം പറഞ്ഞല്ലോ, പ്രൈമറി സെക്കൻഡറി വാലൻസി പറഞ്ഞപ്പോ. അതേപോലെ തന്നെ ഇവിടെ പറയുന്നത് ലിഗാൻഡുകള് ലിഗാൻഡ്സ് ആർ ട്രീറ്റഡ് ആസ് പോയിന്റ് ചാർജസ് ഇൻ കേസ് ഓഫ് ആനിയോണുകളാണെങ്കിൽ, നെഗറ്റീവ് ചാർജിൽ ആനിയോൺസ് ആണെങ്കിൽ അതിന് പോയിന്റ് ചാർജസ് ആയിരിക്കും. ഇനി ന്യൂട്രൽ മോളിക്യൂൾസ്, ചാർജ് ഒന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ അവർ ഡൈപോളുകളായിരിക്കും എന്ന് അവർ പറയുന്നു. എന്ത്? ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയിൽ. The 5d orbitals in an isolated gaseous metal or ion have same energy. 5 d orbitals ഏത് d orbitals നമ്മുടെ ഇലക്ട്രോണുകൾ ആണെങ്കിലും അവർക്ക് സെയിം എനർജി ആയിരിക്കും.
അതുകൊണ്ട് അവർ ഡീജനറേറ്റ് ആണ്. The degeneracy is maintained if spherically symmetrical of negative charges surrounded metal atom or metal ion. മെറ്റൽ അയോണോ മെറ്റൽ ആറ്റമോ അതിന് ചുറ്റുമുള്ള നെഗറ്റീവ് ചാർജുകൾ എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജ് ഉള്ളത് കൊണ്ട് അവർ സ്പെറിക്കലി സിമെട്രിക്കൽ ആണ്. ബട്ട് വെൻ ദിസ് നെഗറ്റീവ് ഫീൽഡ് ഈസ് ഡ്യൂ ടു ലിഗാൻഡ് in a complex, the degeneracy of d orbitals is lost. ഇനിയിപ്പോ നെഗറ്റീവ് ചാർജ് സെൻട്രൽ ആറ്റത്തിന് ചുറ്റുമുള്ളത് കൊണ്ടാണ് അവർ സ്പെറിക്കലി സിമെട്രിക്കൽ എന്ന് പറഞ്ഞത്. അതേസമയം ഈ നെഗറ്റീവ് ചാർജ് ഒരു കോംപ്ലക്സ് ആയിട്ട് ആ ഒരു ഫുൾ കോമ്പൗണ്ടിന് നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ആ ഡി ഓർബിറ്റൽസിന് ആ സെയിം എനർജി എന്ന് പറയുന്നത് നഷ്ടമാകും. ഇറ്റ് റിസൾട്ട് സ്പ്ലിറ്റിംഗ് ഓഫ് ഡി ഓർബിറ്റൽസ്. അപ്പൊ ഡി ഓർബിറ്റൽസിന് ചാർജ് നഷ്ടമാകുമ്പോൾ അവർ സ്പ്ലിറ്റ് ആവാൻ തുടങ്ങും. ഈ സ്പ്ലിറ്റിംഗ് ഓഫ് ഡി ഓർബിറ്റൽസിനെയാണ് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഫീൽഡിന്റെ നേച്ചറിന് അനുസരിച്ചായിരിക്കും ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ്. അപ്പൊ ശരിക്കും നമ്മുടെ തിയറി ഇവിടെ തൊട്ട് തുടങ്ങിയാൽ മതി. അതായത് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഇലക്ട്രോസ്റ്റാറ്റിക് മോഡലാണ്. മെറ്റൽ ലിഗാൻഡുകളാണ് നേരത്തെ പ്യൂർലി അയോണിക് ആണ്. അതേപോലെ തന്നെ പിന്നെ പറയേണ്ടത് ഡി ഓർബിറ്റൽസിലുള്ള എല്ലാ ഗേഷ്യസ് മെറ്റലുകളും സെയിം എനർജി ആയിരിക്കും അവർക്ക്. ഇനി ഇവര് സ്ഫെറിക്കലി സിമെട്രിക്കൽ ആണ് ബിക്കോസ് നെഗറ്റീവ് ചാർജ് മെറ്റൽ ആറ്റത്തിന് ചുറ്റുമുള്ളത് കൊണ്ട്. ഇനി നെഗറ്റീവ് ഫീൽഡ് ലിഗാൻഡിന് കോംപ്ലക്സ് ആയിട്ടുള്ള ലിഗാൻഡിലാണ് നെഗറ്റീവ് ചാർജ് എങ്കിൽ ഡി ഓർബിറ്റൽസിന്റെ ചാർജ് നഷ്ടപ്പെടും. അപ്പൊ ഡി ഓർബിറ്റൽ സ്പ്ലിറ്റ് ആവും. അതിനെയാണ് നമ്മൾ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ അതിൽ പറയണം. പോയിന്റ് ആയിട്ട് ആലോചിച്ചാൽ മതി കേട്ടോ. മൊത്തത്തിൽ ആ പാരഗ്രാഫ് ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് ഡൗട്ട് വരും. പോയിന്റ് ആയിട്ട് ഇന്ന കാരണം കൊണ്ട് അത് സ്പ്ലിറ്റിംഗ് നടന്നു എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയാണ്. ക്രിസ്റ്റൽ ഫീൽഡ് തിയറിക്ക് രണ്ടെണ്ണം ഉണ്ട്. ഒക്ടാഹീഡ്രൽ ഫീൽഡിലും ടെട്രാഹീഡ്രൽ ഫീൽഡിലും ഉണ്ട്. എക്സ്പ്ലനേഷൻ വളരെ വലുതാണ്, അതിന്റെ ആവശ്യമില്ല. നമ്മളോട് അത് ചോദിക്കുമ്പോൾ സെയിം മാർക്ക് തന്നെ നമുക്കത് ഈ ഡയഗ്രാം വരയ്ക്കുമ്പോഴും നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് എന്തായിരിക്കും ഈ ഡയഗ്രാം ആണ് വേണ്ടത്, ഒക്ടാഹീഡ്രൽ ഫീൽഡിന്റെ ഡയഗ്രാം. ഡിക്ക് 10 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. 10 ഇലക്ട്രോണുകൾ വഹിക്കാനുള്ള കഴിവുള്ളത് കൊണ്ട് നമ്മൾ അതിനെ 5 ബോക്സുകളായിട്ട് തിരിച്ചു. ആ 5 ബോക്സുകൾക്കും ഓരോ ബോക്സിനും പേരുണ്ട്. ഒന്നാമത്തെ ബോക്സിന്റെ പേര് DXY ആണ്, പിന്നെ DYZ ആണ്, പിന്നെ DXZ ആണ്, പിന്നെ DX2Y2 DZ2. ഇവിടെ മെറ്റൽ ഡി ഓർബിറ്റൽസിന്റെ അടിയിൽ 5 ആൾക്കാര് കണ്ടോ? അതാണ് ഡിയുടെ 5 കോളത്തിന്റെ പേരുകള്. മനസ്സിലായോ? I greater than BR. മറ്റേ നെഗറ്റീവ് ഉണ്ടോ മിസ്? അത് നെഗറ്റീവ് പറയണം. നെഗറ്റീവ്. പിന്നെ ഗ്രേറ്റർ ദാൻ SCN മൈനസ് ഗ്രേറ്റർ ദാൻ CL മൈനസ് ഗ്രേറ്റർ ദാൻ S⁻² മൈനസ് ഗ്രേറ്റർ ദാൻ F⁻² മൈനസ് ഗ്രേറ്റർ ദാൻ OH മൈനസ് ഗ്രേറ്റർ ദാൻ C2O2 for 2⁻² മൈനസ് ഗ്രേറ്റർ ദാൻ H2O ഗ്രേറ്റർ ദാൻ NCS മൈനസ് ഗ്രേറ്റർ ദാൻ EDTA for മൈനസ്. ശരിയുണ്ടോ? ഇത് തീർന്നില്ലല്ലോ. സീരീസ് അങ്ങനെ അത്ര ഉള്ളു അതില്. greater than NH3 greater than EN greater than CN റേഷ്യോ മൈനസ് greater than CO. അപ്പൊ എത്ര എലമെന്റ്സ് ഉണ്ട് ഇതില്? 15 എണ്ണം. ഓക്കെ, അപ്പൊ അത്ര എണ്ണം ഉണ്ടായിരിക്കണം എക്സാമ്പിൾ എഴുതുമ്പോ കേട്ടോ. ഇനി നമ്മള് VBTയുടെ ഡീമെറിറ്റ് പറഞ്ഞു, കോർഡിനേഷൻ കോമ്പൗണ്ട്സിന്റെ കളേഴ്സ് പറഞ്ഞില്ല എന്ന്. അതുകൊണ്ട് അതിന്റെ കളേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. കളർ ഇൻ കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. ഇവിടെ ഒരു എക്സാമ്പിൾ, ഒരു എക്സ്പെരിമെന്റ് ആണ് തന്നിരിക്കുന്നത്. കളർ ഓഫ് കോംപ്ലക്സ് ഈസ് കോംപ്ലിമെന്ററി ടു ദിസ് വിച്ച് ഇസ് ഒബ്സർവ്ഡ്. ദിസ് അക്കോർഡിംഗ് ടു ക്രിസ്റ്റൽ ഫീൽഡ് തിയറി ഓഫ് കളർ ഓഫ്. ഇതില് ഈ കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ കളർ എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ദ കോംപ്ലക്സ് ഓഫ് ട്രാൻസിഷൻ മെറ്റൽസ് ആർ കളർ. ട്രാൻസിഷൻ മെറ്റലുകൾ എല്ലാവരും കളേഴ്സ് ആണ്, കളർഫുൾ ആണ്. ദിസ് ക്യാൻ ബി എക്സ്പ്ലെയിൻ ഇൻ ടേംസ് ഓഫ് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി. ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയിൽ ആ സ്പ്ലിറ്റിംഗ് വരുമ്പോൾ ശരിക്കും ആ കളർ ഫോർമേഷൻ നമുക്ക് പറഞ്ഞു തരാൻ പറ്റും. അപ്പൊ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് occurs. So the electrons from lower d level
can excite to higher D level. For this, some energy is required, which is absorbed from the white light. The color of the complex is complementary to that is which is absorbed. അതായത് ഇലക്ട്രോണുകൾ ഇപ്പൊ ഡിയില് D1 നിന്ന് D5 പോവാണ്, അല്ലെങ്കിൽ D1 നിന്ന് അടുത്ത ലെവലിലേക്ക് പോവാണ്. ലോവർ ലെവലിൽ നിന്ന് ഹയർ ലെവലിലേക്ക് ഇലക്ട്രോണുകൾ മൂവ് ചെയ്യുമ്പോൾ അതിന് കുറച്ച് എനർജി വേണം. ആ എനർജി അത് വൈറ്റ് ലൈറ്റിൽ നിന്നാണ് അബ്സോർബ് ചെയ്യുന്നത്. ആ സമയത്ത് അവിടെ നമുക്ക് കോംപ്ലിമെന്ററി ആയിട്ട് ഒരു കളർ വരും. ആ കളറാണ് ഡി ട്രാൻസിഷൻ ഓഫ് ഇലക്ട്രോൺസ്. അതായത് ഡിയുടെ ഒരു ലെവലിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് നമ്മളെ ഇലക്ട്രോണുകൾ മൂവ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ കളർ ഫോം ചെയ്യുന്നത്. മനസ്സിലായോ? വൈ ദ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആർ കളേർഡ് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഡ്യൂ ടു ഡി ട്രാൻസിഷൻ. എന്താണ് ഡി ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ ഡി ഓർബിറ്റൽസിലുള്ള എലമെന്റുകൾ എന്ത് ചെയ്ത് പോകുമ്പോൾ അവർക്ക് എനർജി വേണം. ആ എനർജി അവർ വൈറ്റ് ലൈറ്റിൽ നിന്നാണ് അബ്സോർബ് ചെയ്യുന്നത്. അബ്സോർബ് ചെയ്യുമ്പോൾ അവർക്ക് കോംപ്ലിമെന്ററി ആയിട്ട് വരുന്ന കളേഴ്സ് ആണ് കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ കളേഴ്സ്. ക്ലിയർ ആണോ? എന്താണ് ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയുടെ കളർ വരാനുള്ള കാരണം? സിമ്പിൾ ആയിട്ട് പറയുമ്പോൾ, എക്സ്പ്ലനേഷൻ ഇല്ലാതെ നമുക്ക് ഒറ്റ വാക്കിൽ എങ്ങനെ പറയാം അതിന്റെ കളറിനുള്ള കാരണം ഡി ട്രാൻസിഷൻ ഓഫ് ഇലക്ട്രോൺസ് കൊണ്ടാണ് അതിന്റെ കളറിനുള്ള കാരണം. ഓരോന്നിന്റെ കളർ അവിടെ കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണത്തിന്റെ കളർ പറഞ്ഞ അവിടെ വയലറ്റ് ഇൻ കളർ. ഓക്കെ. പിന്നെ ഇതേപോലെ തന്നെ ദിസ് ഇസ് എൻ ഒക്ടാഹീഡ്രൽ കോംപ്ലക്സ് വിത്ത് എ സിംഗിൾ ഇലക്ട്രോൺ. പിന്നെ അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് പറയുന്നത്, അതാവശ്യമില്ല. പിന്നെ ഫ്ലൈറ്റ് കറസ്പോണ്ടിങ്. ഓക്കെ, അപ്പൊ നമ്മളൊരു എക്സാമ്പിൾ, അപ്പൊ ഈ ഡി ട്രാൻസിഷൻ ആണ് കളർ ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ കാരണം. അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഞാൻ ഈ പറഞ്ഞത്. ഇലക്ട്രോൺസ് ഫ്രം ലോവർ ഡി ലെവൽ തൊട്ട്, അതാണ് അവിടെ തൊട്ടാണ് നമ്മൾ പറയേണ്ടത്. അതിനൊരു എക്സാമ്പിൾ ETiH2O6 ടൈംസ് പറയാം, വയലറ്റ് കളറാണ്. ക്ലിയർ? വേറെ വേണമെങ്കിൽ നമുക്ക് എന്ത് പറയാം? ക്രിസ്റ്റൽ ഫീൽഡ് രണ്ടാമത്തെ പാരഗ്രാഫ് കണ്ടോ? ഇൻ ദ ആബ്സെൻസ് ഓഫ് ലിഗാൻഡിന്റെ ആബ്സെൻസിൽ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഡസ് നോട്ട് ഒക്കർ ആൻഡ് ഹെൻസ് സബ്സ്റ്റൻസ് ഈസ് കളർലെസ്. ലിഗാൻഡുകൾ അവിടെ ഇല്ല എങ്കിൽ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് അവിടെ ഉണ്ടാവില്ല. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന സബ്സ്റ്റൻസിനൊന്നും കളർ ഉണ്ടാവില്ല. അപ്പൊ എക്സാമ്പിള്, ഇനിയിപ്പോ അത് ഹീറ്റ് ചെയ്യാണെന്ന് വിചാരിച്ചോ, ഈ TiH2O6 ടൈംസിനെ നമ്മൾ ഹീറ്റ് ചെയ്താൽ അവിടെ ലിഗാൻഡ് പോവും. അപ്പൊ അത് കളർലെസ് ആയിട്ട് മാറും, വയലറ്റ് കളർലെസ് ആയിട്ട് മാറും. ഓക്കെ. ഹൈഡ്രസ് CuSO4ന്റെ കളർ എന്താ? ബ്ലൂ ഇൻ 5H2O. വെള്ളത്തിന്റെ പ്രസൻസ് വന്നപ്പോ ബ്ലൂ കളറായി. ബ്ലൂ കളർ. ഓക്കെ, അത് വേറൊരു എക്സാമ്പിൾ ആണ്. ഓക്കെ. കളർ ഓഫ് കോംപ്ലക്സുകൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. കളറിന് കാരണക്കാര് രണ്ടുപേരാണ്. ആരൊക്കെ? നമ്മൾ പറഞ്ഞത് കളറിലെ ലാസ്റ്റ് സെന്റൻസ് ആണ്. ദ കളർ ഓഫ് കോംപ്ലക്സ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത് സ്ട്രെങ്ത് ഓഫ് ലിഗാൻഡിനെയും നേച്ചർ ഓഫ് ഫീൽഡിനെയുമാണ്. ആ ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയുടെ നേച്ചറിനെയും അതേപോലെ അവിടെ ഉള്ള ലിഗാൻഡിന്റെ സ്ട്രോങ് ആയിട്ടുള്ള അതിന്റെ സ്ട്രെങ്തിനെയുമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇനി ഈ ക്രിസ്റ്റൽ ഫീൽഡ് തിയറിക്കും ലിമിറ്റേഷൻസ്, രണ്ട് ലിമിറ്റേഷൻസ് ആണുള്ളത്. ഒന്നാമത്തത് ഫ്രം ദ അസംഷൻ. അത് ഇവിടെ ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയിൽ കുറെ അസംഷൻസ് പറയുന്നുണ്ട്. ദാറ്റ് ദ ലിഗാൻഡ്സ് ആർ പോയിന്റ്സ്. അത് ലിഗാൻഡിനനുസരിച്ചാണ്. ലിഗാൻഡ് പ്രസന്റ് അല്ലെങ്കിൽ കളർലെസ് ആണ്, കളർ കോമ്പിനേഷൻസിന്റെ കാര്യം പറയുമ്പോൾ. അപ്പൊ പക്ഷെ it follows the anionic ligand should exert greater splitting effect, but the anionic ligands actually are found at low end of the spectrochemical series. അതായത് ഏറ്റവും കൂടുതൽ ആനിയോണിക് ലിഗാൻഡുകളാണ് കൂടുതൽ സ്പ്ലിറ്റിംഗ് കാണിക്കുന്നത്. പക്ഷെ ഈ ആനിയോണുകൾക്കെല്ലാം ഈ സ്പെക്ട്രോകെമിക്കൽ സീരീസിലെ ഏറ്റവും അറ്റത്താണ് ഇവർ കിടക്കുന്നത്. എന്നാൽ അവർക്ക് ഏറ്റവും കൂടുതൽ സ്പ്ലിറ്റിംഗ് ഉള്ള ആൾക്കാരാണ്. ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് നടക്കുന്ന ഏറ്റവും കൂടുതൽ ആനിയോൺസിനാണ്. പക്ഷെ അവരെ ഏറ്റവും പിന്നിലാണ്, ഒരു അറ്റത്തായിട്ടാണ് അവരെ കാണുന്നത്. അത് അതിന്റെ ഒരു ലിമിറ്റേഷൻ ആണ്. രണ്ടാമത്തെ, ഡസ് നോട്ട് ടേക്ക് അക്കൗണ്ട് കോവാലന്റ് ക്യാരക്ടർ ബിറ്റ്വീൻ ദ ലിഗാൻഡ് ആൻഡ് സെൻട്രൽ ആറ്റം. സെൻട്രൽ ആറ്റത്തിനോട് വന്നു ചേർന്ന ലിഗാൻഡുകളുടെ കോവാലന്റ് ക്യാരക്ടറിനെ കുറിച്ചിട്ട് പറയുന്നില്ല. അതാണ് രണ്ട് ലിമിറ്റേഷൻസ്. മനസ്സിലായോ? ഇനി കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ സ്റ്റെബിലിറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. Stability of complex in solution refers to degree of association between metal ion and ligand in the state of equilibrium. എന്താണ് സ്റ്റെബിലിറ്റി എന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. സ്റ്റെബിലിറ്റി ഓഫ് ദ കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഡിഗ്രി ഓഫ് അസോസിയേഷൻ ആണ് ബിറ്റ്വീൻ
മെറ്റൽ അയോൺ ആൻഡ് ലിഗാൻഡ് ഇൻ ദ സ്റ്റെബിലിറ്റി ഓഫ് ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയത്തിൽ നിൽക്കുന്ന രണ്ട് പേരാണ് മെറ്റൽ അയോണും ലിഗാൻഡും. അവര് തമ്മിലുള്ള ഡിഗ്രി ഓഫ് അസോസിയേഷനെയാണ് സ്റ്റെബിലിറ്റി. അവരെന്തോരം അവർ തമ്മിൽ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് എത്ര ഡിഗ്രിയിലാണോ നിൽക്കുന്നത് അതാണ് അവർ സ്റ്റെബിലിറ്റി. ഓക്കെ, ഇനി ആസ് ദ വാല്യൂ ഓഫ് സ്റ്റെബിലിറ്റി കോൺസ്റ്റന്റ് ഇൻക്രീസസ് ദ സ്റ്റെബിലിറ്റി ഓഫ് കോംപ്ലക്സ് ഓൾസോ ഇൻക്രീസസ്. സ്റ്റെബിലിറ്റി കോൺസ്റ്റന്റിന്റെ വാല്യൂ കൂടും തോറും ആ കോംപ്ലക്സിന്റെ സ്റ്റെബിലിറ്റിയും കൂടും. അതായത് നമുക്ക് കൂട്ടിയിരിക്കുന്ന ഓരോ എലമെന്റുകളുടെയും അല്ലെങ്കിൽ കോൺസ്റ്റന്റ് വാല്യൂസ് കൂടുകയാണെങ്കിൽ ആ മൊത്തം കോമ്പൗണ്ടിന്റെ സ്റ്റെബിലിറ്റിയും അതിനനുസരിച്ച് കൂടും. അതതിന്റെ ഒരു എക്സ്ട്രാ ഒരു പോയിന്റ് ആണ്. പിന്നെ എന്താണ്, അത്രയും പറഞ്ഞാൽ മതി. ഓക്കെ, എന്താണ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ചെറിയ ടോപ്പിക്കാണ്. ഇനി ഒരു കോംപ്ലക്സിന്റെ സ്റ്റെബിലിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് 3 ആൾക്കാരെയാണ്. ആരൊക്കെ? The nature of the metal ion, nature of the ligand, presence of chelating ligand. ചിലേറ്റിംഗ് ലിഗാൻഡ്. ഇങ്ങനെ 3 ആൾക്കാരാണ് അതിനെ ഈ സ്റ്റെബിലിറ്റിനെ ഡിപ്പെൻഡ്. അപ്പൊ എന്താണ് സ്റ്റെബിലിറ്റി ഓഫ് കോമ്പൗണ്ട് പറയണം, സ്റ്റെബിലിറ്റി ഒരാൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ മറ്റാൾ ഇൻക്രീസ് ചെയ്യുന്ന കാര്യം പറയണം, പിന്നെ അവർ ഡിപ്പെൻഡ് ചെയ്യുന്ന 3 ആൾക്കാരെ പറയണം. പിന്നെ ഓവറോൾ സ്റ്റെബിലിറ്റി കോംപ്ലക്സുകൾ അവിടെ തന്നിട്ടുണ്ട്. ബീറ്റ എന്നാണ് ഓവറോൾ സ്റ്റെബിലിറ്റി കോൺസ്റ്റന്റിനെ പറയുന്നത്. K1 × K2 × K3 എന്ന് പറഞ്ഞാൽ അതാണ് സ്റ്റെബിലിറ്റി കോൺസ്റ്റന്റുകൾ. ഇവർ കൂടുമ്പോഴാണ് ആ കോംപ്ലക്സിലെ വാല്യൂം കൂടുന്നത്. ഇത്രയും പഠിച്ചാൽ മതി. അത് പോയിന്റ് പഠിച്ചാൽ മതി, എക്സ്പ്ലനേഷൻ പഠിക്കണ്ട. ഇനി നമ്മളോട് ചോദിക്കുന്നത് എന്താണ് മെറ്റൽ കാർബോണിൽ എന്നാണ്. ട്രാൻസിഷൻ മെറ്റൽസ് ഫ്രം ലാർജ് നമ്പർ ഓഫ് ഹോമോലിപ്റ്റിക് കാർബോണിൽ, എക്സാമ്പിൾ NiCO4. These carbonyl have simple and well defined structures. അതായത് മെറ്റൽ കാർബോണിലിന്റെ എന്താണ് മെറ്റൽ കാർബോണിലിന്റെ ഒരു എക്സാമ്പിൾ ആണ് ചോദിക്കുക നമ്മളോട്. അത് ചിലയിടത്ത് ചോദിച്ചു കണ്ടിട്ടുള്ളൂ. അപ്പൊ അതിനൊരു എക്സാമ്പിൾ പഠിച്ചു വെച്ചാൽ മതി. NiCO4 എന്ന് പറയുന്ന ടെട്രാഹീഡ്രൽ ഷേപ്പ് ആണ്. അതിന്റെ ഫിഗർ ആണ് തന്നിരിക്കുന്നത്. ഒരു ടെട്രാഹീഡ്രലിന്റെ ഫിഗർ പഠിക്കുക, ഒരു ട്രയാഗണൽ ബൈപിരമിഡലിന്റെ പഠിക്കുക, ഒരു ഒക്ടാഹീഡ്രലിന്റെ പഠിക്കുക, ഏതെങ്കിലും ഒരെണ്ണം. അതിൽ ടെട്രാഹീഡ്രലിന്റെ ഫിഗർ നോക്കിയാൽ NiCO4, Ni എന്ന് പറയുന്നത് ഒരെണ്ണേ ഉള്ളൂ, CO എന്ന് പറയുന്നത് 4 എണ്ണം ഉണ്ട്. അപ്പൊ 4 സൈഡിലേക്ക് ആരോ വന്നു. അപ്പൊ 4 പോയിന്റ് ആണ് ഉള്ളതെങ്കിൽ ടെട്രാഹീഡ്രൽ ആണ്. CO 4 സൈഡിലേക്ക് പോയത് കണ്ടോ, അതാണ് ടെട്രാഹീഡ്രൽ. ട്രയാഗണൽ ബൈപിരമിഡൽ എന്ന് പറഞ്ഞാൽ Feക്ക് ചുറ്റും അല്ലെങ്കിൽ ഏതൊരു എലമെന്റോ അതിന് ചുറ്റും 5 ലിഗാൻഡുകളാണ് ഉള്ളതെങ്കിൽ അത് ടെട്രാഗണൽ ബൈപിരമിഡൽ ആണ്. FiCO 5 ടൈംസ്. അപ്പൊ സിഒകൾ 5 തവണ. OC എന്ന് എഴുതിയില്ലെങ്കിലും CO എന്ന് എഴുതിയാലും കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, ഇനി അതേപോലെ ഒക്ടാഹീഡ്രൽ. ഒക്ടാഹീഡ്രൽ എന്ന് പറയുമ്പോൾ ഇതുപോലെ 6 എണ്ണം, 4, 5, 6. അതായത് ടെട്രാഹീഡ്രൽ, ട്രയാഗണൽ ബൈപിരമിഡൽ ആൻഡ് ഒക്ടാഹീഡ്രൽ. CrCO 6 ടൈംസ്. 3 പഠിക്കാൻ സുഖല്ലേ, വരയ്ക്കാനും സുഖല്ലേ? ഓക്കെ, അപ്പൊ നമ്മളോട് ഇനി നമ്മുടെ ഈ കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ ആപ്ലിക്കേഷൻസ് ആണ്, ലാസ്റ്റ് ടോപ്പിക് ആണ്. അത് എവിടെയൊക്കെ യൂസ് ചെയ്യുന്നു മാത്രം നമ്മൾ പറഞ്ഞാൽ മതി, എക്സ്പ്ലെയിൻ ചെയ്യണ്ട. ഓക്കെ, അപ്പോ അതായത് കോർഡിനേഷൻ കോമ്പൗണ്ട് അതിന്റെ ക്വാളിറ്റി അനാലിസിസും കെമിക്കൽ അനാലിസിസും ചെയ്യാറുണ്ട്, ക്വാണ്ടിറ്റേറ്റീവും ചെയ്യാറുണ്ട്. ഇത് രണ്ടും ചെയ്യാനായിട്ട് നമ്മൾ കോർഡിനേഷൻ കോംപ്ലക്സുകൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, നമ്മുടെ ഈ കോർഡിനേഷൻ കോംപ്ലക്സുകൾ നമ്മൾ വാട്ടർ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളത്തിന്റെ ഹാർഡ്നെസ് മാറ്റുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നമ്മുടെ കോർഡിനേഷൻ കോംപ്ലക്സുകളാണ് യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ഇൻ വാട്ടർ ട്രീറ്റ്മെന്റ്. In metallurgy, metals like silver, gold extracted by the formation of complex with CN. ഇപ്പൊ നമ്മളെ മെറ്റലർജി എന്ന് പറയുമ്പോൾ ഈ സെപ്പറേഷന് വേണ്ടിയിട്ട് സിൽവർ ഫോംസിൽ നിന്നൊക്കെ സിങ്കിനെ സെപ്പറേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഗോൾഡ് ഒക്കെ നമുക്ക് പ്യൂർലി കിട്ടത്തില്ലല്ലോ ഭൂമിയിൽ നിന്ന്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ ഇതിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു ഇൻ മെറ്റലർജി. കോർഡിനേഷൻ കോമ്പൗണ്ട് ഓഫ് മാഗ്നീഷ്യം, അതായത് ബയോളജിക്കൽ ആപ്ലിക്കേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേച്ചറിലും ഈ കോർഡിനേഷൻ കോംപ്ലക്സുകളെ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ഹരിതകം അല്ലെ, ക്ലോറോഫിൽ എന്ന് പറയുന്നത് മാഗ്നീഷ്യത്തിന്റെ ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് ആണ്. ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് അയേണിന്റെ ഒരു കോർഡിനേഷൻ, അയേണിന്റെയും വിറ്റാമിൻ B12ന്റെയും ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് ആണ്. മനസ്സിലായോ? കറ്റാലിസിസ്, അതായത് ഇൻഡസ്ട്രിയൽ പ്രോസസ്സിന് വേണ്ടി കോർഡിനേഷൻ കോമ്പൗണ്ടുകൾ യൂസ് ചെയ്യുമ്പോൾ കറ്റാലിസിസ് കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ AD ആയിട്ട് മാറാനായിട്ട് നമ്മൾ അതിന്റെ ഇടയിൽ കൊടുക്കുന്ന ആൾക്കാരാണ് കാറ്റലിസ്റ്റുകൾ. അങ്ങനെ കാറ്റലിസ്റ്റ് കൊടുക്കുന്ന ആ പ്രോസസ് ആണ് കറ്റാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഇൻഡസ്ട്രിയലി കെമിക്കൽസ് ഉണ്ടാക്കുമ്പോൾ കൊടുക്കുന്ന ആൾക്കാർ ഈ കോർഡിനേഷൻ കോംപ്ലക്സുകളാണ്. ഓക്കെ, ഇൻ ഇലക്ട്രോപ്ലേറ്റിംഗ്, ആർട്ടിക്കിൾസ് ക്യാൻ ബി ഇലക്ട്രോപ്ലേറ്റഡ് വിത്ത് സിൽവർ ആൻഡ് ഗോൾഡ് ബൈ യൂസിങ്
സൊല്യൂഷൻസ് ഓഫ് കോംപ്ലക്സ്. ഇപ്പൊ നമ്മൾ എക്സാമ്പിൾസ് പറയുന്നത്, പൊതുവേ പറയുകയാണെങ്കിൽ സിൽവറും ഗോൾഡും ഒക്കെ ഇലക്ട്രോപ്ലേറ്റ് ചെയ്യാനായിട്ട് പല കോമ്പൗണ്ടുകളുടെ ഇലക്ട്രോപ്ലേറ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യും. അടുത്തത് ഫോട്ടോഗ്രാഫി. അതായത് ഇപ്പൊ നമ്മുടെ ഫോട്ടോന്റെ ഫിലിംസ് ഒക്കെ വാഷ് ചെയ്യില്ലേ, ആ ഹൈപ്പോ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോ കോർഡിനേഷൻ കോംപ്ലക്സ് ആണ്. നമ്മുടെ ക്യാൻസർ ട്രീറ്റ്മെന്റിനുള്ള സിസ്പ്ലാസ്റ്റിൻ എന്ന് പറയുന്നതൊക്കെ ഒരു നമ്മുടെ ഈ കോർഡിനേഷൻ കോമ്പൗണ്ടിന് എക്സാമ്പിൾ ആണ്. 8 എണ്ണം ഉണ്ട്, മാക്സിമം 5 എണ്ണം, മിനിമം 3 എണ്ണം പഠിക്കണം. ഓക്കെ, ബയോളജിക്കൽ ആപ്ലിക്കേഷൻ അതാണ് കുറച്ചുകൂടി റിയൽ ലൈഫായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്, അതും പഠിക്കണം. അതൊന്നും കുറച്ച് എളുപ്പമല്ലേ. ബയോളജിക്കൽ ആപ്ലിക്കേഷൻ, ഫോട്ടോഗ്രാഫി, മെഡിസിൻ ഒക്കെയാണ് നമുക്ക് കേട്ടുപരിചയമുള്ളത് ഇവരെ യൂസ് ചെയ്തിട്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറയുന്ന ചാപ്റ്റർ. സെൻട്രൽ തീം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാം എളുപ്പത്തിൽ പഠിക്കാം. അതിൽ കോർഡിനേഷൻ ലിഗാൻഡ് എന്താണ്, കോർഡിനേഷൻ നമ്പർ എന്താണെന്നൊക്കെ ഉണ്ട്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് പഠിച്ചതിന് ശേഷം തിയറിയിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാവും. VBT, വാലൻസ് ബോണ്ട് തിയറി കുറച്ച് നന്നായി പഠിക്കണം, ആപ്ലിക്കേഷൻസ് നന്നായി പഠിക്കണം. ഓക്കെ.